സൈബർ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ജാർഖണ്ഡിൽ നിന്ന് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയിരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ജാർഖണ്ഡിൽ നിന്നാണ് കരുനാഗപ്പള്ളി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. $10.25 ലക്ഷം കരുനാഗപ്പള്ളി സ്വദേശിനിയുടെ തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി പോലീസ് ജാർഖണ്ഡിൽ നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കരുനാഗപ്പള്ളി സ്വദേശിനിയുടെ $10.25 ലക്ഷം ഇയാൾ സൈബർ ചീറ്റിങ്ങിലൂടെ തട്ടിയെടുത്തത്. അയാളാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി പോലീസാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. സൈബർ തട്ടിപ്പ് നടത്തി കരുനാഗപ്പള്ളി സ്വദേശിനിയിൽ നിന്നും $10.25 ലക്ഷം തട്ടിയെടുത്ത കേസിലെ പ്രതിയെ കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയിരിക്കുന്നു. ജാർഖണ്ഡിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഇയാളുടെ ഇങ്ങനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന് കഴിക്കുന്നു. അതുകൊണ്ട് ഹെഡിങ് ഒന്നും ഇടാൻ സാധിച്ചില്ല. കിട്ടിയ പറഞ്ഞേ. അക്തർ അൻസാരി എന്ന് പറഞ്ഞ ജാർഖണ്ഡ് സ്വദേശിയാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിയുടെ നേതൃത്വത്തിൽ ഹാഷിം, SI-മാരായ ഷമീർ, ഷാജിമോൻ, കണ്ണൻ, ഷാജിമോൻ, CPO ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി ഈ സമയം പങ്കുവച്ചുകൊണ്ടിരുന്നത്. ജാർഖണ്ഡിൽ നിന്നാണ് അക്തർ അൻസാരി എന്ന് പറയുന്ന $10.25 ലക്ഷം കരുനാഗപ്പള്ളി സ്വദേശിനിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ സൈബർ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പ്രതിയെ കരുനാഗപ്പള്ളി പോലീസ് ജാർഖണ്ഡിൽ നിന്ന് പിടികൂടിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ പ്രേക്ഷകരുമായി ഈ സമയം പങ്കുവച്ചുകൊണ്ടിരുന്നത്. എന്തായിരുന്നാലും $10.25 ലക്ഷം സൈബർ ചീറ്റിങ്ങിലൂടെ ഇയാൾ തട്ടിയെടുത്തത്. കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവി, SI-മാരായ കണ്ണൻ, ഷാജിമോൻ, ഷമീർ, CPO ഹാഷിം തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ ജാർഖണ്ഡിലെത്തി പിടികൂടിയത്. എന്തായിരുന്നാലും സൈബർ തട്ടിപ്പിന് വലിയ നിലയിൽ ആളുകൾ ഇരയാകുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെയൊക്കെ നിരന്തരമായ ഈ വിഷയത്തിലുള്ള മുന്നറിയിപ്പുകളും മറ്റുമൊക്കെ ഒരാളും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ കോളുകൾ വരുമ്പോൾ ആ ഫോൺ കോളുകളിൽ നിന്ന് പൈസ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികൾ ആവശ്യപ്പെടുമ്പോൾ കൃത്യമായി അത് കൊടുത്ത് അതല്ലെന്നുണ്ടെങ്കിൽ ആ തട്ടിപ്പിന് ഞാൻ തയ്യാറാണ് എന്നുള്ള നിലയിലാണ് ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെയൊക്കെ തന്നെ കർശനമായ നിർദ്ദേശം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ തവണയും ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ തരത്തിലുള്ള അറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അറിയിപ്പുകളൊക്കെ തന്നെ ഒരല്പം പോലും ശ്രദ്ധിക്കാതെയാണ് ആളുകൾ ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം $10.25 ലക്ഷം കരുനാഗപ്പള്ളി സ്വദേശിനിയിൽ നിന്നും ജാർഖണ്ഡ് സ്വദേശിയായ അക്തർ അൻസാരി തട്ടിയെടുത്തത്. വളരെ ശ്രമകരമായ ദൗത്യത്തിലൂടെ ജാർഖണ്ഡിൽ നിന്നും കരുനാഗപ്പള്ളി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇയാളെ പിടികൂടിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളി പോലീസ് ഈ വിഷയങ്ങളിലൊക്കെ വളരെ നല്ല നിലയിലുള്ള ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയങ്ങളിൽ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള വിവിധ
കേസുകളിലെ പ്രതികളെ കരുനാഗപ്പള്ളി പോലീസിൻ്റെ നേതൃത്വത്തിൽ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ സൈബർ തട്ടിപ്പിലൂടെ കരുനാഗപ്പള്ളി സ്വദേശിനിയുടെ 10.25 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. എന്തായിരുന്നാലും ഈ വിഷയത്തിൽ എല്ലാ ആളുകളും ഈ സൈബർ തട്ടിപ്പിന് ധാരാളം ആളുകൾ ഇരയായിക്കൊണ്ടിരിക്കുന്നു. ഈ നഷ്ടപ്പെട്ട പൈസ ഏത് രീതിയിൽ ഇനി തിരിച്ചു കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ആളുകൾ വളരെ ശ്രദ്ധയും കരുതലും ജാഗ്രതയും കാണിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ കുന്നത്തൂർ മീഡിയയ്ക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്.